ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എലാദി മിഠായി. എൻ്റെ സ്വന്തം കണ്ടുപിടുത്തം. കൊച്ചു കുട്ടികൾക്ക് വരെ ധൈര്യത്തിൽ കൊടുക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മെയിൻ ഐറ്റം തേനാണ്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകം, അതായത് ചെറുജീരകമാണ് കേട്ടോ എടുത്തുള്ളത്. ചുക്ക്, കുരുമുളക്. ഇതിൻ്റെ കൂട്ടത്തിൽ തിപ്പലി പറഞ്ഞിട്ടൊരു ഔഷധം കൂടി ഉണ്ട്. അത് ഞാനിപ്പോൾ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ തേനാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ലയൻ്റെ കാശ്മീർ ഹണിയാണ്. നല്ലൊരു തേനാണ് കേട്ടോ ഇത്. ചുക്ക് നല്ല ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് മിക്സിയിൽ പൊടിച്ച് കിട്ടാൻ നല്ല പാടായിരിക്കും. അപ്പോൾ നമുക്കിതിനെ ഇതേപോലെ ഒരു കുട്ടി ഉരലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ മറ്റ് ഇൻഗ്രീഡിയൻസായ കുരുമുളകും ജീരകവും ചേർത്തിട്ട് നന്നായി മിക്സിയിൽ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ 20 ഗ്രാം ചുക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് സമം ജീരകം എടുക്കണം. അതിൻ്റെ പാതിയായിട്ട് കുരുമുളക് എടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഈ ചുക്ക് നന്നായി ചതച്ചെടുത്തിട്ട് ഈ മൂന്നും കൂടി നന്നായി പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ തരികളുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കണം വേണം. ഇപ്പം നമ്മുടെ 3 ഇൻഗ്രീഡിയൻറ്റും കൂടി നന്നായി അവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പൗഡർ രൂപത്തിലാക്കി എടുക്കണം. നമുക്ക് പൊടിക്കുമ്പോൾ ഇതേപോലെ തന്നെ ആയി കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിന് നന്നായി അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല പൗഡർ രൂപത്തിൽ കിട്ടും. ഇപ്പം നമ്മളിത് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഈ പൗഡർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേനാണ് എടുക്കുന്നത്. തേന് നമുക്ക് അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പൊടിയിൽ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് എത്രത്തോളം വേണം എന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി തേൻ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ കൂള് ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവാണിത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, സിമ്മിലിട്ടിട്ട് ഇത് ചെയ്യാമോ. അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. തേനായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഉരുക്കി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കൈ നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം നമ്മുടെ ഇത് അങ്ങനെ ചെറുതായി ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇതാ ടൈറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു തിളക്കുന്ന പോലെയൊക്കെയുള്ള ആ ഒരു സംഭവം. ഇപ്പം അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ എടുക്കാതെ ഇളക്കണം. അടിയിലിങ്ങനെ പിടിക്കും. തേനല്ലേ, തേൻ പെട്ടെന്ന് ഉരുകി ഇതാവണതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായി നിർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതപ്പോൾ നന്നായി കട്ട പിടിച്ചിട്ട് വരുന്നുണ്ട്. ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇത് കളറും നന്നായി മാറി വരുന്നുണ്ട്. ഉണ്ടോ, നല്ലൊരു ബ്രൗണിഷ് ആയിട്ട് വന്നിരിക്കുന്നത്. അതാ ഇപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്.
നല്ല ക്രീമി ആയിട്ടുള്ള ആ ഒരു പരുവം ഇതുപോലെ. നല്ല ലൂസും അല്ല, നല്ല നല്ല ടൈറ്റും അല്ലാത്ത ആ ഒരു പരുവം. ഇനി നമുക്കിതാ ഒരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റാം. ഇത് ചെറിയ അച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പം അത് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലാണ് ഒഴിച്ച് വെക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. ഒരു 5-10 മിനിറ്റ് നന്നായി ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. ഇതപ്പം നമ്മുടെ മിഠായി റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഞാനിപ്പോൾ എടുത്തതാണ്. നമുക്കിതിനൊന്ന് അടച്ചെടുക്കാം. നന്നായി കട്ട പിടിച്ചിട്ടുണ്ട്, നല്ല ഹാർഡായിട്ടുണ്ട്. ഇത് അടച്ചെടുക്കാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ അടന്നു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിഠായി. അച്ചിലാണെങ്കിലും നമുക്ക് ചെറിയ ചെറിയതായിട്ട് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഈ ഒരു പാത്രത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രൂപം. ഇതൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. പണ്ടത്തെ ഈ കാരക്ക മിഠായി ഒക്കെ ഇല്ലേ, അതുപോലെയൊക്കെ ചവച്ചവായിട്ടുള്ളൊരു മിഠായിയാണ്. എൻ്റെ കുട്ടികൾ ഇത് കഴിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് അവരെ കൊണ്ടൊന്ന് കഴിപ്പിച്ച് ടേസ്റ്റ് നോക്കാം. ഞാനിതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഏകദേശം ഒരു മിഠായിയുടെ രൂപത്തിലാക്കിയിട്ടുണ്ട്. എങ്ങുണ്ട്? ഇഷ്ടായ? അപ്പൊ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഒരു കാര്യം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ വളരുള്ളൂ.